ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് തരം കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ മിൽക്ക് ഷേക്ക്. ഇത് നല്ല എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. നോമ്പ് തുറക്കൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 10 രൂപയുടെ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ്, 1/2 ലിറ്ററിൻ്റെ ഒരു കവർ പാല്, ഇത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചത്, പഞ്ചസാര ആവശ്യത്തിന്. മിക്സിയുടെ ജാറിലേക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് മാറ്റുന്നുണ്ട്. ആ ഒരെണ്ണം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാലൊഴിക്കാം. അത് ഐസാക്കി വെച്ചിരിക്കുന്ന പാലാണ്. അത് ചേർക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കിയതിന് ശേഷം കുറച്ച് സമയം താഴേക്ക് ഇറക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര കട്ടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കാം. പാലിൻ്റെ ഇത് നല്ല കട്ടയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ അതൊന്ന് പൊട്ടിക്കിട്ടും കേട്ടോ. ഒരു ചെറുതായിട്ട് പൊടിയായിട്ട്. അത് വലിയ പീസാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇനി ഇതൊന്ന് മിക്സി ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിലൊരു ക്രീമായിട്ടാണ് വരുന്നത്. താഴെ കുറച്ച് ലിക്വിഡായിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഐസ്ക്രീം ഒന്നും ചേർക്കണ്ട. നല്ല തിക്കായിട്ടുള്ള ഒരു ഷേക്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. അപ്പോൾ ഇതിനി ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു വേഫർ സ്റ്റിക്കും കൂടെ വെക്കുന്നുണ്ട്. ഓറിയോ ബിസ്ക്കറ്റ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഓറിയോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇതിന് ഐസ്ക്രീമിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇതല്ലാണ്ട് തന്നെ ഐസ്ക്രീം പോലെ തന്നെ നല്ല ക്രീമി ആയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.